ആയിട്ട് വെക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. അപ്പോ മുകേഷിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടില്ല. ഇപ്പൊ എന്താണ് നിലപാട്? മുകേഷ് MLA ആണ്, ഇപ്പോഴും അയാൾ പാർട്ടി മെമ്പറായിട്ട് നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി ഓക്കെ. ചോദ്യം ശരിയായാൽ ഉത്തരം ശരിയാവും. അതെന്താ മുകേഷിനെ രാജിവെപ്പിക്കാൻ ഞാനാ? ഈ പ്രശ്നങ്ങളിലെല്ലാമുള്ള വ്യത്യസ്തത അവർ മനസ്സിലാക്കുന്നില്ല. 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. ഓക്കെ. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. ഇപ്പോൾ കേട്ടത് മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കേൾക്കാൻ പോകുന്നത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാക്കൂട്ടവും ഗോണിക്കുപ്പയും നല്ല പറ. മാങ്കൂട്ടം കേസെടുത്തതും FIR ഇട്ടതും കുറ്റപത്രം കൊടുത്തു എല്ലാം പിണറായി വിജയന്റെ പോലീസല്ലേ, അപ്പൊ രാജിവെക്കണ്ടേ? ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടൂല്ലോ. കിട്ടോ? MLA സ്ഥാനം തിരിച്ചു കിട്ടൂല്ലോ. കിട്ടൂല. അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി താരതമ്യം ചെയ്യണ്ട. അല്ല, മുകേഷിന്റെ കാര്യത്തിൽ ധാർമ്മിക പ്രശ്നം വല്ലതും? ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA-നെ പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ട്, മുകേഷിനെ പറ്റി വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ആരോപണമല്ലല്ലോ ഇത്. നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആരോപണമല്ലേ? ഇത് ആരോപണമല്ലോ. മുകേഷിനെതിരെ വന്നത് അത് ആരോപണം. ഉത്തരം ശരിയായില്ലേ? ശരിയായി. ശരി. ഓക്കെ. അപ്പൊ മുകേഷ് MLA രാജിവെക്കേണ്ടതുണ്ടോ? MLA സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതില്ല. അത് ഗവൺമെന്റ് തലത്തിലുള്ളതാണ്. പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും. പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചോന്നാ? എന്ത് സ്വീകരിക്കാൻ? മുകേഷ് നിയമസഭയിൽ വരുന്നു, തിരിച്ചു പോകുന്നു, നിയമസഭയിൽ വരുന്നു, തിരിച്ചു പോകുന്നു. ഇപ്പോഴും കൊല്ലത്തിന്റെ MLA ആണ്, സേഫ് ആണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു നിയമസാമാജികനാണ്. പക്ഷെ പ്രശ്നം പാർട്ടിയുടെ സ്റ്റാൻഡാണ്. ഒരു പെൺകുട്ടി തനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതെ. അപ്പൊ രാഹുൽ രാജിവെക്കണം. ഈ പാർട്ടിയിൽ തന്നെയുള്ള MLA-മാരെ കുറിച്ച് പറയൂ. വിൻസെന്റ് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർമ്മിച്ചോക്കട്ടെ. ഉടനടി വിൻസെന്റ് രാജിവെക്കുക, അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുക. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പോ PK ശശി, പാലക്കാടുള്ള ശശി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അയാൾ വെറുതെ വിട്ടോ പാർട്ടി? ഇല്ല, അയാൾ താഴെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി. KTDC-യുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് PK ശശി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അത് P ശശി. കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ ഏത് സൂക്കേടിനും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകാവുന്നൊരു ആയുർവേദ ആശുപത്രിയാണത്. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെ താരതമ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. രാഹുൽ രാജിവെക്കണം. ടീച്ചറുടെ മുകേഷ് വിഷയത്തിലെ നിലപാട് അറിയണ്ടേ? അറിയാം. ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും. ആരെ കുറിച്ചെങ്കിലും ഒരു ആരോപണം കേട്ട ഉടനെ തന്നെ നിങ്ങൾ രാജിവെക്കണം എന്ന് പറയാൻ സർക്കാരിന് പറ്റില്ല. അതിന് നിയമപരമായ വശമുണ്ട്. എന്നാൽ അത് മുകേഷ് ആണോ സിദ്ദിഖാണോ ഇതൊന്നും വ്യത്യാസമില്ല.